Hello everyone. In last class we had talked about adder, that is half adder and full adder. So now all of you know what is adder, its purpose, its circuit and all in all. You may all noticed that so far we have studied addition of single bit numbers using half adder or full adder. സിംഗിൾ ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഹാഫ് ആഡറും ഫുൾ ആഡറും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹാഫ് ആഡർ ഉപയോഗിക്കാൻ പഠിച്ചു. ഹാഫ് ആഡറിൽ 2 ഇൻപുട്ടാണുള്ളത്. ഈ 2 ഇൻപുട്ടും സിംഗിൾ ബിറ്റാണ്. ഫോർ എക്സാമ്പിൾ 1 + 1 സം നമുക്ക് 1 കിട്ടും, ക്യാരി 1 കിട്ടും. ഈ 1ഉം 1ഉമാണ് ഇൻപുട്ട്. സിംഗിൾ ബിറ്റ് നമ്പറിനെയാണ് ഹാഫ് ആഡർ ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ കഴിയുക. സിമിലർലി ഫുൾ ആഡറിലും 3 ഇൻപുട്ട് പോസിബിൾ ആവും. 3rd ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് പൊസിഷനിലെ ക്യാരി ഇൻ ആണ്. 3 ഇൻപുട്ട് പോസിബിൾ ആവുമെങ്കിലും ഇവിടെയും സിംഗിൾ ഡിജിറ്റുകളെ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അതായത് 3 ഇൻപുട്ടും സിംഗിൾ ഡിജിറ്റ് ആണ്. സിംഗിൾ ഡിജിറ്റ്സിന് ആഡ് ചെയ്യാനാണ് ഹാഫ് ആഡറും ഫുൾ ആഡറും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ബിറ്റ് ബൈനറി നമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യും? മൾട്ടിപ്പിൾ ബിറ്റ് ബൈനറി നമ്പർ അഡീഷൻ എങ്ങനെ പോസിബിൾ ആവും? ഇത് 2 ബൈനറി നമ്പേഴ്സ് ആണ്, മൾട്ടിപ്പിൾ ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആണ്. 1101 ആൻഡ് 1001. ഈ 2 ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ, ഇത് 4 ബിറ്റ് നമ്പർ ആണ്. ഈ 2 4 ബിറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷൻ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? നോർമലി ഇതിൻ്റെ അഡീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 + 1 ആൻസർ 0, ക്യാരി 1. നെക്സ്റ്റ് 1 + 0 1, 1 + 0 1, ക്യാരി 0. 0 + 1 + 0 1, ക്യാരി 0. 0 + 1 1, 1 + 1 0 വിത്ത് ക്യാരി 1. ഈ ക്യാരി ഇവിടെ എഴുതി. ഇതാണ് ഇതിൻ്റെ ആൻസർ 10110. ഈ മൾട്ടിപ്പിൾ ബിറ്റ് ബൈനറി നമ്പർ, അല്ലെങ്കിൽ ഇതൊരു 4 ബിറ്റ് ബൈനറി നമ്പറാണ്. 2 4 ബിറ്റ് ബൈനറി നമ്പറിനെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ കഴിയുക? 4 ബിറ്റ് ബൈനറി നമ്പറിനെ നമുക്കൊരു ഹാഫ് ആഡർ ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ കഴിയില്ല, ഒരു ഫുൾ ആഡർ ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ബിറ്റ് 1 + 1, ഈ 1 + 1 ഈ കേസിൽ ഇവിടെ ആഡ് ചെയ്യാൻ നമുക്ക് ഒരു ഹാഫ് ആഡർ മതി. കാരണം 2 ഇൻപുട്ട് നമുക്ക് സമ്മും ക്യാരിയും ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഈ ഫസ്റ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിനെ ആഡ് ചെയ്യാൻ നമുക്കൊരു ഹാഫ് ആഡർ മതി. സെക്കൻഡ് പ്ലേസിലുള്ള ഡിജിറ്റ്സിനെ ആഡ് ചെയ്യാൻ 3 ഇൻപുട്ട് ഉള്ളത് കൊണ്ട്, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ക്യാരി വന്നിട്ടുണ്ട്, അപ്പോൾ 3 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ഫുൾ ആഡർ വേണം. ഇവിടെയും 3 ഇൻപുട്ടാണ്, ഫുൾ ആഡർ വേണം. ഇവിടെയും ഫുൾ ആഡർ വേണം. അപ്പോൾ നമുക്കിതിനെ കുറച്ച് ഫുൾ ആഡേഴ്സ് കമ്പൈൻ ചെയ്താൽ ആഡ് ചെയ്യാൻ കഴിയും. അതായത് ഈ ബിറ്റിന് ആഡ് ചെയ്യാൻ നമുക്കൊരു ഫുൾ ആഡറോ ഹാഫ് ആഡറോ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കോമ്പിനേഷൻ കുറച്ച് ഫുൾ ആഡേഴ്സ് കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് ഫുൾ ആഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിറ്റിനെ ആഡ് ചെയ്യാൻ നമ്മളൊരു ഫുൾ ആഡർ ഉപയോഗിക്കും. ഫുൾ ആഡർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ 2 ഇൻപുട്ടേ ഉള്ളൂ. ഫുൾ ആഡറിലേക്ക് എപ്പോഴും 3 ഇൻപുട്ട് വേണം. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇൻപുട്ട് ക്യാരി ഇൻപുട്ട് നമ്മളിവിടെ 0 എന്ന് കൊടുക്കും. ഈ ബിറ്റിന് ഒരു ഫുൾ ആഡർ വെച്ച് ആഡ് ചെയ്യും, റിസൾട്ട് സ്റ്റോർ ചെയ്യും. ആ പ്ലേസിലുള്ള ക്യാരി നെക്സ്റ്റ് ഒരു ഫുൾ ആഡർ വെച്ച് ഫുൾ ആഡറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. അങ്ങനെ 4 ഫുൾ ആഡേഴ്സിനെ കണക്ട് ചെയ്താൽ ഒരു പക്ഷേ നമുക്കിത് ആഡ് ചെയ്യാൻ കഴിയുമായിരിക്കും. നമുക്കൊന്നുകൂടി നോക്കാം. ഞാൻ ഈ നമ്പറിനെ കുറച്ചുകൂടി ജനറൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഫസ്റ്റ് നമ്പറിനെ നമുക്ക് A3, ഇതൊരു 4 ബിറ്റ് നമ്പറാണ്. ഒരു 4 ബിറ്റ് നമ്പറിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. A3, A2, A1, A0. സെക്കൻഡ് നമ്പർ ആഡ് ചെയ്യാനുള്ളത് B3, B2, B1, B0. നമ്മൾ ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ A0 + B0 നമുക്ക് സം കിട്ടും. സമ്മിലെ ഫസ്റ്റ് പ്ലേസ് സംസ് S0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ക്യാരി ഉണ്ടെങ്കിൽ A0 + B0 ആഡ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എനി ക്യാരി ഉണ്ടെങ്കിൽ നമ്മളിത് നെക്സ്റ്റ് പൊസിഷനിലേക്ക് ക്യാരി ചെയ്യും, C0. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് C0 + A1 + B1 ആൻസർ S1. ഇവിടുത്തെ ക്യാരി നെക്സ്റ്റ് പൊസിഷനിലേക്ക്
ഇവിടുത്തെ ക്യാരി നെക്സ്റ്റ് പൊസിഷനിലേക്ക്, ഇവിടുത്തെ ക്യാരി നെക്സ്റ്റ് പൊസിഷനിലേക്ക്. ഇങ്ങനെയാണ് സാധാരണ ഒരു 4 ബിറ്റ് നമ്പറിൻ്റെ, ഒരു ജനറൽ 4 ബിറ്റ് നമ്പറിൻ്റെ അഡീഷൻ നടക്കുക. ഇവിടെ നമുക്ക് 4 ഈ ഒരു പാർട്ട് ആഡ് ചെയ്യാൻ ഒരു ഫുൾ ആഡർ ഉപയോഗിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഫുൾ ആഡർ ഉപയോഗിക്കുമ്പോൾ 3 ഇൻപുട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ഒരു ഇൻപുട്ട് കൂടി ആഡ് ചെയ്യും, സീൻ എന്ന് പറഞ്ഞിട്ട്. ഈ സീൻ്റെ വാല്യൂ 0 ആയി സെറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ഫുൾ ആഡർ ഉപയോഗിക്കാം, ഇവിടെ ഒരു ഫുൾ ആഡർ ഉപയോഗിക്കാം, ഇവിടെ ഒരു ഫുൾ ആഡർ ഉപയോഗിക്കാം, ഇവിടെ ഒരു ഫുൾ ആഡർ. അങ്ങനെ 4 ഫുൾ ആഡറുകൾ കൊണ്ട് ഒരു 4 ബിറ്റ് നമ്പറിനെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. നോക്കാം. ഇത് ഫസ്റ്റ് ഫുൾ ആഡർ 1 2 3 4 ഫുൾ ആഡേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫുൾ ആഡറിലേക്ക് നമുക്കറിയാം, ഒരു ഫുൾ ആഡറിലേക്ക് 3 ഇൻപുട്ട് ആണുള്ളത്, A0 B0 ആൻഡ് Cin. ഫസ്റ്റ് കേസിൽ നമുക്ക് ക്യാരി ഇല്ലാത്തത് കൊണ്ട് ഈ Cin എല്ലായ്പ്പോഴും 0 ആയിരിക്കും. റിസൾട്ട് സമ്മ്. ഈ Cin എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മുമ്പ് മനസ്സിലാവും. ഈ ഫുൾ ആഡറിന് 2 ഔട്ട്പുട്ട് ഉണ്ട്, സമ്മും ക്യാരിയും, S0 C0. S0 നമ്മൾ താഴത്തേക്ക് ആരോ കാണിച്ചിട്ടുണ്ട്, C0 നെക്സ്റ്റ് ഫുൾ ആഡറിലേക്ക് ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഫുൾ ആഡറിലെ ഇൻപുട്ട് A1 B1 C0. ഇതൊരു ഫുൾ ആഡർ ആഡ് ചെയ്യും, സമ്മ് കിട്ടും. ഇവിടുത്തെ ക്യാരി നെക്സ്റ്റ് പൊസിഷനിലേക്ക്. ഇങ്ങനെയാണ് 4 ബിറ്റ് നമ്പറിനെ, ഒരു 4 ബിറ്റ് നമ്പറിനെ 4 ഫുൾ ആഡേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ റിസൾട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ S3 S2 S1 S0 എന്ന് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ ക്യാരി ഉണ്ടെങ്കിൽ S3 ലാസ്റ്റ് ഡിജിറ്റ്സിനെയും ആഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റിനെയും ആഡ് ചെയ്ത് ക്യാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് C3 ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും? C3 S3 S2 S1 S0 എന്നായിരിക്കും. ഇനി 4 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ 4 ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യാം. ഈ 4 ഫുൾ ആഡേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. ഇതിനെയാണ് നമ്മളൊരു റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു റിപ്പിൾ ക്യാരി ആഡർ. റിപ്പിൾ ക്യാരി ആഡറിൽ 4 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ 4 ഫുൾ ആഡേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട്. 8 ബിറ്റ് നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 8 ഫുൾ ആഡേഴ്സ് കണക്ട് ചെയ്യേണ്ടി വരും. സോ n ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ n ഫുൾ ആഡേഴ്സ് വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഫുൾ ആഡറിലേക്ക് ക്യാരി ഇൻ കൊടുക്കുന്നത് 0 ആണ്. ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്ന ക്യാരി നെക്സ്റ്റ് ഫുൾ ആഡറിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്നു. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ബിറ്റ് അഡീഷൻ പോസിബിൾ ആക്കുന്നത്. ഇതിനെയാണ് റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റിപ്പിൾ ക്യാരി ആഡർ. റിപ്പിൾ ക്യാരി ആഡർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. നമുക്കറിയാം ഇതിൽ ആഡേഴ്സ് മാത്രമേ ഉള്ളൂ. ആഡർ ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ആണ്. So, ripple carry adder is a combinational logic circuit. It is used for the purpose of adding to n-bit binary numbers. n-bit binary numbers add ചെയ്യാനാണ്. 4 bit ആവാം, 8 bit ആവാം. So, multiple bit binary numbers add ചെയ്യാനാണ് നമ്മൾ ripple carry adder യൂസ് ചെയ്യുന്നത്. n full adders ഉണ്ടെങ്കിൽ നമുക്ക് n ബിറ്റിനെ ആഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ n ബിറ്റ് പാരലൽ ആഡർ എന്ന് കൂടി പറയാറുണ്ട്. സോ റിപ്പിൾ ക്യാരി ആഡർ ഇസ് ഓൾസോ നോൺ ആസ് n ബിറ്റ് പാരലൽ ആഡർ. റിപ്പിൾ ക്യാരി ആഡറിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഫുൾ ആഡറിലും ക്യാരി ഇന്നും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഉണ്ട്. ഫസ്റ്റ് ഫുൾ ആഡറിൽ ക്യാരി ഇൻ 0 ആയിരിക്കും. സെക്കൻഡ് ഫുൾ ആഡർ തൊട്ട് ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഫുൾ ആഡറിലേക്ക് ക്യാരി കൊടുക്കുന്നു. ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് ഫുൾ ആഡർ ആക്റ്റീവ് ആവുകയുള്ളൂ. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഫുൾ ആഡറിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫുൾ ആഡറിൽ നിന്നുള്ള ഈ ഇൻപുട്ട് കിട്ടണം. ഈ 3 ഇൻപുട്ടും കിട്ടിയാൽ മാത്രമാണ് ഈ ഫുൾ ആഡർ ആക്ടിവേറ്റ് ആവുള്ളൂ. തേർഡ് ഫുൾ ആഡറിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് ഇതിന് ഇൻപുട്ടായിട്ട് കിട്ടണം. അതുപോലെ ഈ ഫോർത്ത് ഫുൾ ആഡർ ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഈ തേർഡ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഫസ്റ്റ് ഈ ഫുൾ ആഡർ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യും, അതിനുശേഷം ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യും, അതിനുശേഷം ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യും. ഈ എല്ലാ ഫുൾ ആഡേഴ്സും, ഈ 4 ഫുൾ ആഡേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യുമ്പോൾ ഇയാൾ വെയിറ്റ് ചെയ്യാണ്, ഇയാൾ വെയിറ്റ് ചെയ്യാണ്, ഇയാൾ വെയിറ്റ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ ടൈം വെയിറ്റ് ചെയ്ത ആൾ ഇയാളാണ്. എല്ലാവരും വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
ഈ അഡീഷനിലൊരു ഡിലേ വരുന്നുണ്ട്. ഈ ക്യാരി കിട്ടാനായിട്ട് ഫുൾ ആഡേഴ്സ് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് കുറച്ച് സ്ലോ ആയിരിക്കും ഈ പ്രോസസ്സ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിവേ ഇതാണ് റിപ്പിൾ ക്യാരി ആഡറിൻ്റെ വർക്കിംഗ്. സോ നമ്മൾ നേരത്തെയും പറഞ്ഞു 4-bit ക്യാരി ആഡർ ഇസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ആഡിങ് ടു 4-bit നമ്പേഴ്സ്. അതുപോലെ n-bit ക്യാരി ആഡർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ആഡിങ് ടു n-bit ബൈനറി നമ്പേഴ്സ്. n-bit ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ നമുക്ക് n-bit റിപ്പിൾ ക്യാരി ആഡർ ഉപയോഗിക്കാം. ഇതാണ് റിപ്പിൾ ക്യാരി ആഡർ എന്നുള്ള കോൺസെപ്റ്റ്. എന്തുകൊണ്ട് ഇതിന് നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്ന് വിളിക്കുന്നു? വൈ റിപ്പിൾ ക്യാരി ആഡർ ഈസ് കോൾഡ് സോ? നമുക്കറിയാം ക്യാരി ഔട്ട് ഓരോ ഫുൾ ആഡറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരി ഔട്ട് നെക്സ്റ്റ് ഫുൾ ആഡറിലേക്കുള്ള ക്യാരി ഇൻ ആണ്. അതായത് ഈ ക്യാരി ഒരു ഫുൾ ആഡറിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ റിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വേവ് പോലെ ഈ ക്യാരി ഇങ്ങനെ റിപ്പിൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഈ ഫുൾ ആഡറിനെ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ റിപ്പിൾ ക്യാരി ആഡറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. റിപ്പിൾ ക്യാരി ആഡറിൽ എല്ലാ ഫുൾ ആഡേഴ്സിനും സൈമൾട്ടേനിയസ് വർക്കിംഗ് ഒരിക്കലും പോസിബിൾ അല്ല. തൊട്ടു മുന്നേ വർക്ക് ചെയ്യുന്ന ഫുൾ ആഡറിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടിയിട്ട് വേണം നെക്സ്റ്റ് സ്റ്റേജ് ഫുൾ ആഡറിന് വർക്ക് ചെയ്യാൻ. സോ റിപ്പിൾ ക്യാരി ആഡർ ഡസ് നോട്ട് അലൗ ടു യൂസ് ഓൾ ദ ഫുൾ ആഡേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അൺനെസസറി ആയിട്ട് ഈ ഫുൾ ആഡേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യാരി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫുൾ ആഡേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ദിസ് ഇൻക്രീസസ് ദ പ്രൊപ്പഗേഷൻ ടൈം. ഇതുകൊണ്ട് തന്നെ റിപ്പിൾ ക്യാരി ആഡർ ബിക്കംസ് എക്സ്ട്രീംലി സ്ലോ. ദിസ് ഈസ് കൺസിഡർഡ് ടു ബി ദ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് റിപ്പിൾ ക്യാരി ആഡർ. ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. റിപ്പിൾ ക്യാരി ആഡർ എന്ന് വെച്ചാൽ n-bit ബൈനറി നമ്പേഴ്സിൻ്റെ എഡീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. റിപ്പിൾ ക്യാരി ആഡർ n-bit ബൈനറി നമ്പേഴ്സിൻ്റെ എഡീഷൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. n-bit നമ്പേഴ്സിന് നമുക്ക് n ഫുൾ ആഡേഴ്സിൻ്റെ കോമ്പിനേഷൻ ആവശ്യമായി വരും. അതുപോലെ 4-bit നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 4 ഫുൾ ആഡേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ആവശ്യമായിട്ട് വരിക. ഇവിടെ വീണ്ടും പറയുന്നു, ഇത് 2 4-bit നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പിൾ ക്യാരി ആഡർ ആണ്. ഇതിൽ ഫസ്റ്റ് ഫുൾ ആഡറിൽ നമുക്ക് ക്യാരി ഉണ്ടാവില്ല. പ്രീവിയസ് പൊസിഷനിൽ നിന്നുള്ള ക്യാരി ഫസ്റ്റ് ഡിജിറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫുൾ ആഡറിൽ ക്യാരി ഇൻ 0 ആയിരിക്കും. A0 B0 നമ്മുടെ ഫസ്റ്റ് പ്ലേസിലുള്ള വാല്യൂസ്. അവിടെ നിന്ന് റിസൾട്ട് ആഡ് ചെയ്യും, സമ്മ് കിട്ടും. സമ്മിനെ നമ്മൾ S0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആ ഫുൾ ആഡറിന് ഒരു ക്യാരി ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പ്ലേസിൽ നിന്ന് സെക്കൻഡ് പ്ലേസിലേക്ക് റിപ്പിൾ ചെയ്യുന്ന ക്യാരി. ഈ ക്യാരി നെക്സ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഈ പ്രോസസ്സ് 4-bit വരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജിലും പ്രീവിയസ് ഫുൾ ആഡറിൽ നിന്നുള്ള ക്യാരി ഔട്ട് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ്സ് അഡീഷൻ പോസിബിൾ ആക്കാം. പക്ഷേ വീണ്ടും പറയുന്നു, മൾട്ടിപ്പിൾ ബിറ്റ് അഡീഷൻസ് പോസിബിൾ ആകുമെങ്കിലും എല്ലാ ഫുൾ ആഡർ മൾട്ടിപ്പിൾ ബിറ്റ്സിൻ്റെ അഡീഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് പോസിബിൾ ആവില്ല. ഈ ഫുൾ ആഡേഴ്സ് സൈമൾട്ടേനിയസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ക്യാരി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരി ഇൻ, പ്രീവിയസ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഈ ഫുൾ ആഡറിന് ക്യാരി ഇൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതിനൊരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അതുകൊണ്ട് റിപ്പിൾ ക്യാരി ആഡർ സ്ലോ ആണ്. ഇതാണ് റിപ്പിൾ ക്യാരി ആഡർ. സോ ഈ റിപ്പിൾ ക്യാരി ആഡറിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. റിപ്പിൾ ക്യാരി ആഡറിനെ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അതിനെ ആ ഡിസഡ്വാൻറ്റേജ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ റിപ്പിൾ ക്യാരി ആഡറിൽ നമ്മൾ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഓരോ ഫുൾ ആഡറും ഈച്ച് ഫുൾ ആഡർ ഹാസ് ടു വെയിറ്റ് ഫോർ ഇറ്റ്സ് ക്യാരി ഇൻ ഫ്രം ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേജ് ഫുൾ ആഡർ. സോ ലാസ്റ്റ് ഫുൾ ആഡറിന് അത്രയും ടൈം 4-bit ആഡർ ആണെങ്കിൽ ആ 4th ഫുൾ ആഡറിന് 3 ഫുൾ ആഡേഴ്സ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന കഴിയുന്നത് വരെ, 3ാമത്തെ ഫുൾ ആഡറിൻ്റെയും ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുകൊണ്ട് ഇത് സ്ലോ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരു ആഡറാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ.
അല്ലെങ്കിൽ ലുക്ക് എഹെഡ് ക്യാരി ആഡർ എന്ന് പറയും. ഈ ലുക്ക് എഹെഡ് ക്യാരി ആഡർ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്യാരി എന്താണെന്ന്. ക്യാരിക്ക് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റേജിലും തൊട്ടു മുന്നത്തെ സ്റ്റേജിലുള്ള ക്യാരി ബിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ക്യാരിയെ നേരത്തെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതുകൊണ്ടായിരിക്കും ഇതിനെ ക്യാരി ലുക്ക് എഹെഡ് ആഡർ എന്ന് പറയുന്നത്. എങ്ങനെയാണത് പോസിബിൾ ആവാൻ നോക്കാം. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരി ലുക്ക് എഹെഡ് ആഡർ. റിപ്പിൾ ക്യാരി ആഡറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? പ്രൊപ്പഗേഷൻ ഡിലേ. ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്തുകൊണ്ട് വന്നു? പ്രൊപ്പഗേഷൻ ഡിലേ വന്നത് പ്രീവിയസ് സ്റ്റേജിലുള്ള ക്യാരി ഇന്നിന് വേണ്ടി ക്യാരി ഔട്ട് ഈ സ്റ്റേജിലേക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രൊപ്പഗേഷൻ ഡിലേ വന്നത്. ഈ പ്രൊപ്പഗേഷൻ ഡിലേ ഓവർകം ചെയ്യാനുള്ള പുതിയൊരു ഐഡിയ ആണ് ക്യാരി ലുക്ക് എഹെഡ് ആഡർ. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ 4-bit ബൈനറി നമ്പർ നേരത്തെ നമ്മൾ ആഡ് ചെയ്തത്. ഈ ക്യാരിക്ക് വേണ്ടിയിട്ടാണ് എല്ലായ്പ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്യാരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 4th ഫുൾ ആഡർ ഫുൾ ടൈമും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ക്യാരി 4th ഫുൾ ആഡറിന് നമുക്കറിയാം ഇൻപുട്ട് 1101 പ്ലസ് 1001 എന്നുള്ളതാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് A0, A1, A2, A3 എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. B0, B1, B2, B3 എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ A0, A1, A2, A3 ഗിവൺ ആണ്, നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂസ്. B0, B1, B2, B3 തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഫസ്റ്റ് പൊസിഷനിൽ ക്യാരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ C0 എന്തായിട്ടെടുക്കും? C0 0 ആയിട്ടെടുക്കും. അപ്പം ഇത്രയും വാല്യൂ പ്രീവിയസ് സ്റ്റാർട്ടിംഗ് ഫേസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ വാല്യൂസ് നമുക്കറിയാം? C0 അറിയാം, C0 0 ആണ്. A0, A1, A2, A3 ഗിവൺ ആണ്. B0, B1, B2, B3 ഗിവൺ ആണ്. ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും വാല്യൂസ് നമുക്ക് അറിയാം. ഇത്രയും വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വാല്യൂസ് ആയിട്ടുള്ള C1, C2, C3 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ഗിവൺ വാല്യൂസ് കൊണ്ട് ഈ C1, C2, C3 ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പോസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഫുൾ ആഡർ. 4 ഫുൾ ആഡേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പിൾ ക്യാരി ആഡറിൻ്റെ ഒരു ഇംപ്രവൈസ്ഡ് വേർഷൻ തന്നെയാണ്. അപ്പോൾ അതേ ഒരു ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. 4 ബിറ്റ് നമ്പറിനെ ആഡ് ചെയ്യാൻ 4 ഫുൾ ആഡേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഫുൾ ആഡറിലേക്കുള്ള ഇൻപുട്ട് A0, B0, C0. അതിൻ്റെ ഔട്ട്പുട്ട് S0, C1 ആണ്. ഈ C1 നെക്സ്റ്റ് ഫുൾ ആഡറിലേക്കുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കും. പക്ഷേ ഈ C1 നേരിട്ട് ഇവിടെ നിന്നല്ല കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ C1 ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നല്ല നെക്സ്റ്റ് ഫുൾ ആഡറിലേക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് മറ്റെവിടെ നിന്നോ ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ? അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ കേസിൽ A0 തന്നിട്ടുണ്ട്, B0 തന്നിട്ടുണ്ട്, C0 നമുക്കറിയാം, C0 0 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫുൾ ആഡർ വർക്ക് ചെയ്യും. ഈ ഫസ്റ്റ് ഫുൾ ആഡർ വർക്ക് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. വെയിറ്റിംഗ് ഇല്ലാതെ ഈ റിപ്പിൾ ചെയ്ത് ക്യാരി കിട്ടാതെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സംഭവം ഈ C1 ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം C1 ഡിപ്പെൻഡ് ചെയ്യുന്നത്, C1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്. ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ സമ്മ് അതിൻ്റെ ക്യാരിയാണ്. ഈ ഫുൾ ആഡറിൻ്റെ സർക്യൂട്ട് പഠിച്ചവർക്ക് അറിയാം. ഇവിടേക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആഡറിൻ്റെ സർക്യൂട്ടിലേക്ക് ഒന്ന് പോവാണ്. ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പർ. A0, A1, A2, A3, B0, B1, B2, B3, S0, S1, S2, S3 ആണ് നമുക്ക് സം കിട്ടാൻ പോകുന്നത്. പിന്നെ ക്യാരി ഉണ്ടെങ്കിൽ ഈ C4 കൂടി ഈ പ്ലേസിൽ വരും. അപ്പോൾ C4, S3, S2, S1, S0 ഇതായിരിക്കും സം കിട്ടാൻ പോകുന്നത്. ഇത്രയും വാല്യൂസ് നമുക്ക് നമുക്ക് ഗിവൺ ആണ്. ഇത് A3, A2, A1, A0, B3, B2, B1, B0 ആൻഡ് C0. ഇത്രയും വാല്യൂസ് ഗിവൺ ആണ്. A0 പ്ലസ് B0 പ്ലസ് C0 ആയിരിക്കും സം. നമുക്കറിയാം ഒരു ഫുൾ ആഡറിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻ, ഫുൾ ആഡറിൻ്റെ ലോജിക് ഗേറ്റ് റെപ്രസെൻറ്റേഷൻ ഇതാണ്. സോ
ഫസ്റ്റ് A0 B0 C0 ഇൻപുട്ട് ആയിരിക്കുമ്പോൾ നമുക്ക് ഫുൾ ആഡറിൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് A0 XOR B0 XOR C0. എല്ലാവരും ഓർക്കുണ്ടാവും. ഫുൾ ആഡർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഫുൾ ആഡറിന്റെ സം എന്ന് പറയുന്നത് A XOR B XOR C എന്നാണ്. എന്നാൽ ഫുൾ ആഡറിന്റെ ക്യാരി എന്ന് പറയുന്നത് ഈ XOR ഗേറ്റിനെയും നെക്സ്റ്റ് ക്യാരി ബിറ്റിനെയും ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കിട്ടുക C0 ആണ് ഇവിടേക്ക് വരുന്ന ഒരു ഇൻപുട്ട് C0 ആണ്. നെക്സ്റ്റ് ഇൻപുട്ട് A0 XOR B0 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുക C0 ഇൻറ്റു A0 XOR B0. ഇവിടെ കിട്ടുന്നത് A0 B0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ ക്യാരി ഔട്ട് എന്ന് പറയുന്നത്. C1 is equal to C0 ഇൻറ്റു A0 XOR B0 പ്ലസ് A0 B0. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് ഫുൾ ആഡറിൽ നമുക്ക് വാല്യൂസ് A0 B0 C0 വാല്യൂസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? C1 ജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കൂ, C1 ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. ഈ C1 നമുക്ക് A0 B0 C0യുടെ വാല്യൂസ് വെച്ച് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം C1 ഇൻപുട്ട് കൊടുക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ ഇത്രയും മനസ്സിലാക്കുക. 4 ഫുൾ ആഡേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്യാരി ലുക്ക് അഹെഡ് ആഡർ 4 ബിറ്റ് നമ്പേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഫുൾ ആഡറിനെ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് A0 B0 C0 ആണ്. റിസൾട്ട് സം 0 ആണ്. ഈ ഫസ്റ്റ് ഫുൾ ആഡറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം അല്ല സെക്കൻഡ് ഫുൾ ആഡറിലേക്ക് C1 കൊടുക്കുന്നത്. ഈ C1 മറ്റെങ്ങനെയോ നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. അതുപോലെ C2 പുറത്ത് വെച്ച് ജനറേറ്റ് ചെയ്യാണ്. C3 പുറത്ത് വെച്ച് ജനറേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ഈ 4 ഫുൾ ആഡേഴ്സും ഒരേ സമയം വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഒരേ സമയം അധികം ഡിലേ ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് C1 എങ്ങനെ പുറത്ത് വെച്ച് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു C1 ഡിപ്പെൻഡ് ചെയ്യുന്നത് A0 B0 C0നെ മാത്രമാണ്. കാരണം എന്താണ്? C1 എന്ന് പറയുന്നത് ഈ ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ടാണ്. ഒരു ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? C ഇൻറ്റു A XOR B പ്ലസ് A0 B0. ഇവിടെ A0 B0 ഇൻപുട്ട് ആയതുകൊണ്ട് A0 B0 C0 ആണ് ഇവിടുത്തെ ഇൻപുട്ട്. സോ C1 എന്ന് പറയുന്നത് C0 ഇൻറ്റു A0 XOR B0 പ്ലസ് A0 B0. അപ്പോൾ A0 B0 C0 ഇതിൻ്റെ വാല്യൂസ് നേരത്തെ നമുക്കറിയാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ വാല്യൂസ് അറിയാം. അപ്പോൾ നമുക്ക് C1 ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ C2ഉം C3യും ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. C1 ഇതാണെങ്കിൽ C2 എന്തായിരിക്കും? C1 എന്ന് പറയണത് C1 എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു? ഇൻപുട്ട് A0 B0 C0 ആണ് കൊടുത്തത്. അതേസമയം C2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? C2 ആണെങ്കിൽ ഇവിടെ ഇൻപുട്ട് എന്തായിരിക്കും? C2 ആണെങ്കിൽ ഇൻപുട്ട് A1 B1 C1 ആയിരിക്കും അല്ലേ? C2 കിട്ടുന്നത് എപ്പോഴാണ്? A1 B1 C1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് C2 കിട്ടുന്നത് ക്യാരി ആയിട്ട്. സോ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് A1 B1 C1 ആയിരിക്കും. C2 എന്ന് പറയുന്നത് C1 ഇൻറ്റു A1 XOR B1 പ്ലസ് A1 B1 ആയിരിക്കും അല്ലേ? C2 നമുക്ക് കിട്ടും. C2 എന്ന് പറയുന്നത് C1. ഈ 4 ഇക്വേഷൻസും ഇതുപോലെ ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. C1 എന്ന് പറയുന്നത് C0 ഇൻറ്റു A0 XOR B0 പ്ലസ് A0 B0. C2 C1 ഇൻറ്റു A1 XOR B1 പ്ലസ് A1 B1. സിമിലർലി C3 C4 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും C1 C2 C3 C4 കിട്ടുക. അപ്പോൾ C1 ഡിപ്പെൻഡ് ചെയ്യുന്നത് C0 A0 B0നെ മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ C2 ഡിപ്പെൻഡ് ചെയ്യുന്നത് C1നെ A1നെ B1നെ C1നെ ഇത്രയാണ്. ഇതിൽ A1 B1 ഓൾറെഡി നമുക്ക് ഗിവൺ ആണ് അല്ലേ? ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ A1 B1 അഡീഷൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ A1 B1 ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ C1 മാത്രമല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ C1 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ? C1 എന്ന് പറയുന്നതിനെ നമുക്ക് ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? C1 എന്തായി മാറും? C0യുടെ A0യുടെയും B0യുടെയും ഒരു ഫംഗ്ഷനായി മാറും. അപ്പം നമുക്ക് C1നെ ഈ C1 വെച്ച്, അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള C1നെ
ഈ C1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ C2നെ നമ്മൾ C0 A0യുടെ മാത്രം ടേംസിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ 4 ഇക്വേഷൻസ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഈ AI/BI എന്ന് പറയുന്ന ഈ ടേം A0 B0 A1 B1 A2 B2 A3 B3 ഈ ടേമില്ലേ AI/BI നമുക്കതിനെ പറയാം. ഈ AI/BI എന്നുള്ള ടേം നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, തന്നിട്ടുണ്ടായിരിക്കും. അതിന് നമുക്ക് GI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ നമ്മൾ ക്യാരി ജനറേറ്റർ എന്ന് വിളിക്കും. AI/BI എന്നുള്ള ടേമിനെ നമ്മൾ ക്യാരി ജനറേറ്റർ എന്ന് വിളിക്കും. അതിനെ നമുക്ക് GI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ടേം ഉണ്ട് A1 XOR B1 A0 XOR B0 A2 XOR B2 A3 XOR B3. ഈ ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ടേമിനെ നമുക്ക് PI എന്ന് വിളിക്കാം. PI എന്ന് പറയുന്നത് AI XOR BI. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ഞാൻ എന്താണ് പറഞ്ഞത്? ഈ ടേമിനെ AI XOR BIനെ നമുക്ക് PI എന്ന് വിളിക്കാം. ആൻഡ് AI ഇൻറ്റു BIനെ നമുക്ക് GI എന്ന് വിളിക്കാം. ഒന്നിനെ നമ്മൾ ക്യാരി ജനറേറ്റർ എന്ന് വിളിക്കുന്നു, ഒന്നിനെ നമ്മൾ ക്യാരി പ്രൊപ്പഗേറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ക്യാരി ജനറേറ്റർ അപ്പോൾ ഇതെന്തായി മാറും? C1 is equal to C0 ഇൻറ്റു A0 XOR B0. അപ്പോൾ എന്തായി മാറും? P0 ആവും. ഇവിടെ G0 ആവും. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. C1 is equal to C0 P0 പ്ലസ് G0. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. C2 is equal to C1 P1 പ്ലസ് G1. തേർഡ് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? C3 is equal to C2 P2 പ്ലസ് G2 ആൻഡ് C4 is equal to C3 P3 പ്ലസ് G3. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇതിനിങ്ങനെ മാറ്റി എഴുതാൻ പ്രധാനപ്പെട്ട കാരണം ഈ P0 G0 അല്ലെങ്കിൽ PI GI എന്ന് പറയുന്ന വാല്യൂസ്, അത് P0 G0 ആവട്ടെ, P1 G1 ആവട്ടെ, P2 G2 ആവട്ടെ, P3 G3 ആവട്ടെ, ഇതൊന്നും തന്നെ ക്യാരിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ആയിട്ടുള്ള A0 B0നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല തൽക്കാലം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? C1 is equal to C0 P0 പ്ലസ് G0. ഇനി ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള C1 C2 C3യെ മുഴുവൻ C0ൻ്റെ ടേംസിലേക്ക് എഴുതാൻ പോവാണ്. C1 നമുക്ക് C0ൻ്റെ ടേംസിൽ എഴുതാമല്ലോ. C1 എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം അതിങ്ങനെയായിട്ട് മാറും. C1 എന്ന് പറയണത് C0 P0 പ്ലസ് G0 അല്ലേ? നോക്കൂ, C1 is equal to C0 P0 പ്ലസ് G0 ഓൾറെഡി തന്നിട്ടുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്, സെക്കൻഡ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ C1നെ ഞാൻ മാറ്റാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ C1നെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? C2 is equal to C0 P0 P1 പ്ലസ് G0 P1 പ്ലസ് G1 എന്ന് കാണാം. എങ്ങനെ? നിങ്ങൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. C1 പകരം ഇവിടുത്തെ C1 പകരം ഈ C1നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ C1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C0 P0 P1 പ്ലസ് G0 P1 പ്ലസ് G1 എന്ന് വരും. അതല്ലേ? C0 P0 P1 പ്ലസ് G0 P1 പ്ലസ് G1. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. C0ൻ്റെ ടേംസിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ ഈ തന്നിട്ടുള്ള എല്ലാ ഇക്വേഷനെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ C1 C2 C3 ഉണ്ട്. ഈ C1 C2 C3 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പ്രീവിയസ് ആയിട്ട് നമുക്ക് കിട്ടാത്ത വാല്യൂ അല്ലെങ്കിൽ പ്രീവിയസ് വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് C1 C2 C3 ആണ്. ഇതിനെ മുഴുവൻ നമ്മൾ C0ൻ്റെ ടേംസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ C0ൻ്റെ വാല്യൂ ഇനീഷ്യലി തന്നിട്ടുണ്ട്. P0 ഇനീഷ്യലി തന്നിട്ടുള്ള വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. G0യും അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇനീഷ്യലി തന്നെ C2 C3 C4 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിലെ C1നെ ഈ C1 വെച്ച് റീപ്ലേസ് ചെയ്യും. തേർഡ് ഇക്വേഷനിലെ C2 എന്തായി മാറും? C2നെ നമ്മൾ ഈ C2 വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെ C1 C2 C3 എന്നുള്ള ടേംസ് നമുക്ക് RHSൽ ഉപയോഗിക്കാതെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിക്കാതെ, അതിന് പകരം C0ൻ്റെ ടേംസിലേക്ക് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. പവർ പോയിന്റിൽ അങ്ങനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്.
നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു തരാം. പക്ഷേ ഒരു 20 മിനിറ്റ്സ് ക്ലാസ് മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഒരു 1 hour ക്ലാസ് ഗൂഗിൾ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ C0ൻ്റെ ടേംസിലേക്ക് എല്ലാ ഇക്വേഷനെയും മാറ്റിയത്. ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം എല്ലാ ക്യാരി C1, C2, C3, C4 ഈ ക്യാരി മൊത്തമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് C0നെയും P0, P1, G1 അതായത് ക്യാരി 0നെയും P വാല്യൂസിനെയും G വാല്യൂസിനെയും മാത്രമാണെന്ന് കാണും. അപ്പോൾ ക്യാരി 0 ഓൾറെഡി ഗിവൺ ആണ്, P വാല്യൂസും ഗിവൺ ആണ്, G വാല്യൂസും ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ C1, C2, C3, C4 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഈ C1ൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ C1നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫുൾ ആഡറിലേക്ക് കൊടുത്തു. അതുപോലെ ഈ 2 ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യാതെ C2നെ നമ്മൾ പുറത്ത് വെച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫുൾ ആഡറിലേക്ക് കൊടുത്തു. C3യെയും കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫുൾ ആഡറിലേക്ക് കൊടുത്തു. അപ്പോൾ തന്നിട്ടുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? C1 ഡിപ്പെൻഡ് ചെയ്യുന്നത് A0, B0, C0 മാത്രം. C2 ഡിപ്പെൻഡ് ചെയ്യുന്നത് A0, B0, A1, B1, C0 എല്ലാം തന്നിട്ടുള്ള വാല്യൂസ് ആണ്. C3 ഡിപ്പെൻഡ് ചെയ്യുന്നത് A0, B0, A1, B1, A2, B2, C0 ഇതും ഇനീഷ്യലി തന്നിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫുൾ ആഡർ വർക്ക് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് C1, C2, C3യും ജനറേറ്റ് ചെയ്ത് ഓരോ ഫുൾ ആഡറിലേക്കും ഒരുമിച്ച് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുകയും ഈ എല്ലാ ഫുൾ ആഡേഴ്സിനെയും സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ. അതായത് ക്യാരി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിനെ ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഇതാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡറിൻ്റെ വർക്കിംഗ്. അഡ്വാൻറ്റേജസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിന് പ്രൊപ്പഗേഷൻ ഡിലേ ഇല്ല. ഇത് പ്രൊപ്പഗേഷൻ ഡിലേ റിപ്പിൾ ക്യാരി ആഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിഡ്യൂസ്ഡ് ആണ്. പിന്നെ എല്ലാ ഫുൾ ആഡേഴ്സും സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ ഇതിനുമുണ്ട് ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് ഹാർഡ്വെയർ ആണ്. നമുക്ക് ഈ ക്യാരീസ് ഫുൾ ആഡറിൽ ഉപയോഗിക്കേണ്ട ക്യാരി നമുക്ക് മറ്റു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഹാർഡ്വെയർ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും, അതിൻ്റെ കോംപ്ലക്സിറ്റി ആയിരിക്കും മൊത്തം. അതുകൊണ്ട് ഈ സർക്യൂട്ട് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇത്രയാണ് റിപ്പിൾ ക്യാരി ആഡർ ആൻഡ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ. ഈ രണ്ടാമത്തെ ക്യാരി ലുക്ക് അഹെഡ് ആഡർ ഈ സർക്യൂട്ട് പറയുന്ന പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് സെഷനിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് എഴുതിയെടുത്ത് ഇക്വേഷൻസ് ഓരോ സ്റ്റെപ്പായി എഴുതിപ്പോയാൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. താങ്ക് യു.